പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ കാലങ്ങളായി. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ടോ ഒക്കെ. പക്ഷെ അത് പെയിൻറ്റിങ്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ്. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മുടെ ഓണം, നമ്മുടെ ഒരു പൂക്കളവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗ് പോലെ. പക്ഷെ വോയിസ് ഓവറാണ് സംഭവം. നമ്മൾ പൂക്കളിടുന്നതും കാര്യങ്ങളൊക്കെ ആണ് കാണിക്കുന്നത്. അത് ടി വി വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മിച്ചില്ല. അപ്പോൾ അതിൽ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, അപ്പോൾ കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ വോയിസ് ഓവറിലാണ് ഇന്ന് ഈ ഒരു ഇത് വരുന്നത്. നോക്കട്ടെ, നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വ്ളോഗിങ്ങിലേക്ക് കടക്കണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം, നിങ്ങളെ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർഷത്തെ ഓണം ഗംഭീരമായിട്ട് കഴിയാൻ പോവുകയാണ്. അപ്പോൾ ഒരു പൂക്കളത്തിൻ്റെ നമ്മുടെ വീട്ടിലുള്ള ഒരു പൂക്കളത്തിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നത്. വ്ളോഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും അപ്പോൾ മോൻ എന്തൊക്കെയോ വികൃതികൾ കാണിക്കുന്നുണ്ട് വീഡിയോ ഫോൺ എടുത്തിട്ട്. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒരു മെയിൻ എന്ന് പറയുന്നത്, നമുക്ക് വിഷുവിന് അങ്ങനെ പടക്കം വാങ്ങി പൊട്ടിക്കുക എന്ന പതിവ് ഒക്കെ കുറവാണ്. നമ്മൾ ഓണത്തിന് പൂക്കൾ വാങ്ങിയിട്ട് ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് നമ്മൾ പൂക്കൾ ഇടുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫിനിഷിങ് കിട്ടും. ഓക്കെ, അപ്പോൾ പൂക്കൾക്കൊക്കെ ഭയങ്കര വിലയാണ്. ഭയങ്കര വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. പക്ഷേ എന്തോന്നറിയില്ല, ഓണത്തിന് പൂക്കൾ വാങ്ങുമ്പോൾ വിലയൊന്നും നോക്കാറില്ല. അതൊരു വല്ലാത്തൊരു വീക്ക്നെസ്സായി. പണ്ട് മുതലേ, എനിക്ക് ഓർമ്മയുള്ള കാലം മുതലേ ഉള്ള ഒരു വീക്ക്നെസ്സാണത്. ആദ്യമൊന്നും പൂ വാങ്ങില്ല, നാട്ടിലുള്ള പൂക്കളാണ്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പൂവൊക്കെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കൾ വാങ്ങും. അതിൻ്റെ എത്ര റേറ്റ് എന്നൊന്നും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ഇതാണ്. മത്സരങ്ങൾ ഉണ്ടായാണെങ്കിൽ മത്സരങ്ങളിൽ പങ്കെടുക്കും, ഇല്ലെങ്കിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പൂക്കളിടും. അത് ഏത് രീതിയിലാണ് പൂക്കൾ അവസാനിച്ചത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഒരു മത്സരത്തിന് ഉണ്ട് ഇത്തവണ ഓണാഘോഷ, വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികളൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നാട്ടിലെ ഒരു വായനശാല നടത്തുന്ന ഒരു മത്സരത്തിൽ പേര് കൊടുത്തിട്ടുണ്ട്. എന്താവും എന്നൊന്നും അറിയില്ല. പക്ഷെ അത് മത്സരം എന്നുള്ളതിൽ അപ്പുറത്തേക്ക് നമ്മുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൂക്കളിടുന്നത്. വൈഫ് പൂക്കളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് തരും, ഞാനത് ഡിസൈൻ ചെയ്യും. അത് സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ പുലർച്ചെ 1 മണി 2 മണിക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, എന്നാലേ രാവിലെ ആകുമ്പോഴത്തേക്ക് തീരും. രാവിലെ ആകുമ്പോഴത്തേക്ക് തീരേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ 1-2 സ്ഥലങ്ങളിലൊക്കെ പൂക്കള മത്സരത്തിന് ജഡ്ജ്മെൻറ്റിന് പോകാറുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ പൂക്കൾ റെഡി ആവണമല്ലോ. അപ്പോൾ ഞാൻ പങ്കെടുക്കുന്ന മത്സരങ്ങൾക്കെല്ലാം ഞാൻ ജഡ്ജ്മെൻറ്റ് വേറെയുള്ള ഇതിലാണ്. അപ്പോൾ ഞാൻ പങ്കെടുക്കുന്ന മത്സരങ്ങൾക്ക് അവർ പൂക്കളം കാണാൻ വരുമ്പോഴത്തേക്ക് റെഡി ആവണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും നോക്കാറില്ല. അപ്പോൾ ഇത് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ വിദ്വാൻ പകുതിക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവന് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ചൊക്കെ ഇതൊക്കെ അവൻ തന്നെ എടുത്ത വീഡിയോസാണ്. അപ്പോൾ ഇതിങ്ങനെ സെൻറ്ററിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് വരുവാണ്. കുറച്ച് നല്ല ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് സമയം വേണം. ഒറ്റക്കല്ല ഇടുന്നത്, ഒരാൾ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അതുകൂടി ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരുപാട് സമയമാവും. തലേ ദിവസം വൈകുന്നേരം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, എന്നാലേ തീരും. അപ്പോൾ അത്രയും റിസ്കി ആയിട്ടുള്ള ഇതാണ് ചെയ്യുന്നത്. ഓരോ തവണയും ഓരോരോ ഡിസൈൻസ് ഇങ്ങനെ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ സെൻട്രൽ ഹാളിലാണ് ഈ ഒരു വലിയൊരു പൂക്കളം ഇടുന്നത്. വരാന്തയിലും മുറ്റത്തൊക്കെ ആയിട്ട് ബാക്കിയുള്ള പൂക്കളെ കൊണ്ട് ഒരു ചെറിയ പൂക്കളിടും. നമ്മൾ ഇവിടെയൊക്കെ അങ്ങനെയാണ്, 2-3 പൂക്കളങ്ങളൊക്കെ ഉണ്ടാവും. മുറ്റത്തൊന്നുണ്ടാവും, അപ്പോൾ മുറ്റത്തൊന്നുണ്ടാവും, വരാന്തയിലൊന്നുണ്ടാവും, ഹാളിലൊന്നുണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഹാളിലാണ്. വരാന്ത അങ്ങനെ ഇത്രയും വലിയ
പൂക്കളമൊന്നും ഇടാൻ വലിയ വരാന്തിയൊന്നുമല്ല, ചെറിയ വരാന്തിയാണ്. അപ്പോൾ ഒരു മത്സരം ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ മത്സരത്തിന് ഉണ്ടാവുമ്പോഴും അല്ലെങ്കിലും നമ്മൾ കുറച്ച് സാമാന്യം മോശമില്ലാത്ത വലിപ്പത്തിൽ എല്ലാ വർഷവും പൂക്കൾ ഇടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു വല്ലാത്തൊരു വീക്ക്നെസ്സാണ്. കുറച്ച് വരയാനൊക്കെ അറിയുന്നത് കൊണ്ടായിരിക്കാം, ഒരു കലാപരമായ ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്തൊരു വീക്ക്നെസ്സാണ് പൂക്കൾ ഇടുക എന്നുള്ളത്. ഡിസൈൻ ചെയ്യുക, ഇടുക. നമ്മൾ വിഷുവിനൊക്കെ ഒരുപാട് പൈസക്ക് പടക്കം വാങ്ങി അതൊന്ന് തീ കൊടുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പം തീർന്നു. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് നേരം, മണിക്കൂറുകളോളം ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ പൂക്കൾ ഒരുക്കാം, അത് കണ്ടിരിക്കാം. 2 ദിവസം 3 ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാലാണ് നമ്മളത് വാരിയിട്ട് കളയുക. അപ്പോൾ ഈ രീതിയിലാണ് ഓരോരോ ഘട്ടം ഘട്ടമായിട്ടുള്ളത് കുറച്ച് കുറച്ച് കാണിക്കുന്നതാണ്. ആദ്യം മുതൽ അവസാനം വരെ കണ്ടിന്യൂ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഉണ്ടാവും വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പൂക്കൾക്കൊക്കെ ഭയങ്കര വിലയാണ്, എന്നാലും അതൊന്നും നോക്കാറില്ല. ഈ ചുവപ്പ് കളർ എന്ന് പറയുന്നത് കുറച്ച് മുമ്പേ കുറേ വിവാദമൊക്കെ ആയതാണ്. നമ്മുടെ അരളിപ്പൂവാണ്. അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇടുന്നതാണ്. ബാക്കിയൊക്കെ ജമന്തി അങ്ങനെയുള്ള വാടാമല്ലി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ്. അപ്പോൾ പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ കട്ട് ചെയ്ത് ഡിസൈനൊക്കെ വരച്ച് വെച്ച്, നമ്മളിപ്പോൾ വൈറ്റ് ടൈലാണ്. അപ്പോൾ നമ്മളൊരു മാർക്കറിനെ കൊണ്ടാണ് ഡിസൈൻ വരയുന്നത്. അത് കംപ്ലീറ്റ് മാഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത്യാവശ്യം മാഞ്ഞു പോകും. പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്കെച്ച് പെന്നിനെ കൊണ്ടൊക്കെ ചെയ്യാം. സ്കെച്ച് പെന്നിനെ കൊണ്ടാകുമ്പോൾ നമ്മൾ പൂക്കളത്തിൻ്റെ മേലെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ അത് മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാർക്കറിനെ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൂക്കളമൊക്കെ വാരി കളഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ലോഷനോ എന്തെങ്കിലും ഇട്ടിട്ട് നനച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ തന്നെ ഒരുവിധമൊക്കെ പോകും, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വിദ്വാൻ പോയിട്ട് ഉറങ്ങി. അപ്പോൾ ഞാൻ ഓരോ ഘട്ടം എത്തുമ്പോൾ ഒന്ന് നടുനിവർത്താൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്ത് വരുന്നത്. ഇനിയും കുറേ പണിയുണ്ട് ബാക്കി. ചെറിയ ചെറിയ കള്ളികളൊക്കെ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ പൂക്കൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിടുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫിനിഷിങ് കിട്ടും. ഒരു പ്രൊഫഷണലായിട്ടുള്ള മത്സരങ്ങൾക്കൊക്കെ ഈ രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്, ഇതൊന്നും അറിയാതെ പോയതാണ്, വെറുതെ ഒരു പാർട്ടിസിപ്പേഷൻ എന്നുള്ള ഇതിൽ. അപ്പോഴാണ് ഇതിൻ്റെ ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ കിട്ടിയത്. അതിനുശേഷം നമ്മൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഇതാണ്. അപ്പോൾ ഇത് ഏകദേശം രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ മോൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ വീണ്ടും ഫോണ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തതാണ്. ഏകദേശം ഫിനിഷിങ്ങിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അവസാനത്തെ റൗണ്ട് കൂടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരും. അവസാനത്തെ റൗണ്ടാണത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് അതിൻ്റെ മുഴുവൻ രൂപം, പൂക്കളത്തിൻ്റെ മുഴുവൻ രൂപം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷനിലൊക്കെ ഇങ്ങനെയുള്ള ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് കുറേ സമയം മെനക്കെട്ടിട്ട് ഒരുക്കിയ പൂക്കളായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ട്. അത് ചിലത് അങ്ങനെയാണ്, നേരിട്ട് കാണുന്നത് വേറൊരു ടൈപ്പിലായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ഫോണിൻ്റെ പ്രശ്നമായിരിക്കാം. ഫോണിൽ ക്യാമറയിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ടൊക്കെ നോക്കുമ്പം അതിൻ്റെ എല്ലാ കളറുകളും അതേപോലെയൊന്നും മനസ്സിലാവില്ല, ചിലതൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ പാറ്റേൺ മൊത്തം എന്താണെന്നുള്ളത് മനസ്സിലാവാത്ത ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളത് പൂർത്തിയാക്കിയിട്ടുണ്ട്. വലിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ്. അപ്പോൾ ഇത്
സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് വരും. അപ്പോൾ ഞാൻ സ്റ്റെയറിൻ്റെ മേലെ നിന്നിട്ട് ഒന്ന് വെറുതെ ഒന്ന് സെൽഫി എടുത്തതാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ നിന്ന് സ്റ്റെയറിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല? ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും പ്ലീസ്. അപ്പോൾ അവസാന ഘട്ട വർക്കിലാണുള്ളത്, ഫിനിഷിംഗ് ആണ്. എല്ലാം ഒന്ന് സൈഡ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും. അപ്പോൾ വീഡിയോന് ലൈക്കും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ചാനൽ തീരെ മുമ്പോട്ടേക്ക് പോകുന്നില്ല. എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബാക്കിയുള്ള പൂക്കൾ കൊണ്ട് നമ്മൾ മുറ്റത്ത്, ഇതൊക്കെ മോൻ്റെ പരിപാടിയാണ്, മോനും വൈഫും കൂടി ചെയ്തതാണ്. ഇത് മുറ്റത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വരാന്തയിൽ ഒരു പൂക്കളം ഇട്ടിട്ടുണ്ട്, ചെറിയൊരു പൂക്കളം. ബാക്കിയുള്ള പൂക്കൾ കൊണ്ട് നമ്മളിപ്പോൾ റൂമിൽ ചെയ്തതിൽ ബാലൻസ് വരുന്ന പൂക്കൾ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് മുറ്റത്തുനിന്ന് വരാന്തയിലേക്ക് കയറുമ്പോൾ വരാന്തയിൽ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഡിസൈനും കാര്യങ്ങളും, അത് മോന് തന്നെ അവൻ്റെ ഐഡിയക്ക് അനുസരിച്ചിട്ട് അവൻ ചെയ്തതാണ്. കുഴപ്പമില്ലാണ്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നേരെ റൂമിലേക്ക് കിടക്കുമ്പോൾ സെൻട്രൽ ഹാളിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ പൂക്കൾ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.